നമസ്കാരം. എന്നും യൗവനത്തോടെ ജീവിക്കാനും സൗന്ദര്യം നിലനിർത്താനുമൊക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലുമുണ്ടോ? നമ്മൾ എത്ര പ്രായം ചെന്നാലും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാത്ത അല്ലെങ്കിൽ ബോധവതികളാകാത്ത ആരും തന്നെ ഈ ലോകത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇന്ന് അതിന് ഒരുപാട് ചികിത്സാ രീതികൾ നിലവിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ രീതിയിൽ സൗന്ദര്യം സംരക്ഷിക്കാനുള്ള ഒരുപാട് നാടൻ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ശാസ്ത്രം ഒരുപാട് വളർന്ന കാലഘട്ടത്തിൽ അതിനായി കൃത്രിമമായി നിർമ്മിച്ച ഒരുപാട് വസ്തുക്കൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വർഷം ഒരുപാട് സൗന്ദര്യവർദ്ധക രീതികളാണ് ലോകത്ത് നിലവിൽ വന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാൽപാദങ്ങൾ എക്കാലത്തും ആളുകളുടെ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും തന്നെ മികച്ച ലക്ഷണമായിട്ടാണ് എന്നും കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. കാൽപാദങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി ഫുട്ട് ബോട്ടോക്സ് എന്ന ചികിത്സാ രീതി ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ഈ ചികിത്സയ്ക്കായി നമ്മൾ നല്ല തോതിൽ വേദന അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കാൽവെള്ളയിലാണ് ഇതിനായിട്ടുള്ള നിരവധി കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്. 10 മിനിറ്റ് സമയം മതി ഈ ചികിത്സ നടത്താൻ. അല്പം വലുപ്പ കൂടുതലുള്ള സൂചി കൊണ്ടാണ് കാൽവെള്ളയിൽ ഈ ചികിത്സ നടത്തുന്നത് എന്ന കാര്യം ഇതിനായി ഇറങ്ങി പുറപ്പെടുന്നവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. ഈ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ കാൽപാദത്തിലെ ഞരമ്പുകൾ ഫലത്തിൽ മരവിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര പൊക്കമുള്ള ഹൈ ഹീൽഡ് ചെരുപ്പ് ധരിച്ചാലും വേദന അനുഭവപ്പെടുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. അനുഭവസ്ഥരായ പലരും പറയുന്നത് ഇത് വളരെ കൃത്യമാണ് എന്ന് തന്നെയാണ്. നല്ല പൊക്കമുള്ള ഹൈ ഹീൽഡ് ഷൂ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപക്ഷെ മോഡലുകളെയൊക്കെ സംബന്ധിച്ച് ഇതവർക്കേറെ സഹായകരമായി മാറും. അതല്ലെങ്കിൽ വളരെ പൊക്കമുള്ള ചെരുപ്പ് ധരിക്കുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ നമുക്കെല്ലാം കാലിൽ വേദന അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു രീതിയാണുള്ളത്. ഏതായാലും ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതോടുകൂടി അതിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത്. കുത്തിവയ്പ്പെടുത്ത ഭാഗത്ത് പിന്നീട് തനിക്ക് ഒരു തരത്തിലുള്ള വേദന ഉണ്ടായിട്ടില്ല എന്നും ചികിത്സയ്ക്ക് വിധേയയായ ഒരു സ്ത്രീ പറയുന്നുണ്ട്. ത്വക്കിൻ്റെ തിളക്കവും ഭംഗിയും എല്ലാം കൂട്ടുന്നതിനായി ഇപ്പോൾ വ്യാപകമായ ചികിത്സാ രീതികളുണ്ട്. പോളി ന്യൂക്ലിയോടൈഡുകൾ കുത്തിവയ്ക്കുന്നതാണ് ഈ ഒരു ചികിത്സാ രീതി. ഇതുകൊണ്ട് നമ്മുടെ DNA തന്നെ, അതായത് നമ്മുടെ ജനിതക രീതി തന്നെ മാറ്റുന്ന ഒരു ചികിത്സയാണ് ഇത്. ന്യൂക്ലിയോടൈഡുകളുടെ ഒരു ശൃംഖലയാണ് ഇതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ DNA നിർമ്മിക്കുന്ന, അതായത് നമ്മുടെ ജനിതക വസ്തുക്കൾ നിർമ്മിക്കുന്ന ആ ഒരു രാസവസ്തുവാണ് ഇത്. സാൽമൺ പോളി ന്യൂക്ലിയോടൈഡുകൾ കണ്ണുകൾക്ക് താഴെയാണ് കുത്തിവയ്ക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണുകൾക്ക് താഴെ കുത്തിവയ്ക്കുക എന്നുള്ളത് അത്ര സുഖമുള്ളൊരു കാര്യമായിരിക്കില്ല. നല്ല വേദന ഉണ്ടാക്കുന്ന കുത്തിവയ്പ്പ് തന്നെയാണ് ഇത്. ഒരു വ്യക്തിയുടെ ജനിതക രീതികൾ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഈ ചികിത്സ. മറ്റൊരു രീതി വാട്ടർ ബെഡുകൾ ഉപയോഗിച്ചുള്ളതാണ്. ഈ വാട്ടർ ബെഡുകൾ ചെറുതായി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിൽ 1 മണിക്കൂർ സമയം ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ 4 മണിക്കൂർ ഉറങ്ങിയതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുന്നതും ഒരാളുടെ യുവത്വവും സൗന്ദര്യമൊക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ സഹായകമാകുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നുള്ളൊരു കാര്യം കൂടിയാണ്. കടലിൽ കണ്ടുവരുന്ന സീമോസ് എന്ന ചെടിയും ആരോഗ്യ പരിപാലനത്തിനായി ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നത് ആമാശയത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, മുടി നന്നായി വളരുന്നതിനും ചർമ്മം കൂടുതൽ ഭംഗിയുള്ളതാകാനും സഹായിക്കും. കൂടാതെ കണ്ണുകൾ കൂടുതൽ വിടർന്നതാകാനും ഈ സീമോസുകൾ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന് ഗ്രൗണ്ടിങ് ഷൂ എന്നറിയപ്പെടുന്ന പതിഞ്ഞ തരത്തിലുള്ള ചെരുപ്പുകളാണ്. കാൽപാദം കൂടുതലായി ഭൂമിയിൽ സ്പർശിക്കാനും അതിലൂടെ കൂടുതൽ ഊർജ്ജം ശരീരത്തിൽ എത്താനും ഇത് നല്ലതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. റെഡ് ഹോട്ട് ഫേഷ്യൽ എന്ന സൗന്ദര്യവർദ്ധക ചികിത്സയും ഇന്ന് വ്യാപകമാണ്. ലൈംഗിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങാത്ത മരുന്നുകളില്ല എന്ന് നമുക്കറിയാം. ഒരുപാട് ബ്രാൻഡുകൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നുമുണ്ട്. നോവോമീൻസ് എന്ന ലൈംഗിക ഉത്തേജക മരുന്നിനും ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. സ്ട്രോബെറിയുടെ സ്വാദും മണവുമുള്ള ഈ മരുന്ന് പക്ഷേ അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് വയറിന് നല്ലതല്ല എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. പണ്ട് കുഞ്ഞൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലത്ത് പറയുന്നത് പോലെ ഇനി മനുഷ്യന്മാരെല്ലാം ജീവിതകാലം മുഴുവൻ ചെറുപ്പക്കാരായിരിക്കുന്ന ഒരവസ്ഥ വരുമോ എന്നാണ് നമ്മളിതൊക്കെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഒരുപാട് പണച്ചെലവുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് തയ്യാറായി ധനികരായ നിരവധി പേർ ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യവസായങ്ങൾ ആരംഭിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പ്രധാനമായും ഒരുപക്ഷെ സിനിമാ താരങ്ങളും മോഡലുകളുമൊക്കെ തന്നെ ഈ ചികിത്സാ രീതികൾ അവലംബിക്കുന്നത് ദീർഘകാലം അവർക്ക് ആ മേഖലയിൽ തന്നെ ശക്തമായ തോതിൽ തുടരാൻ അവരെ ഏറെ സഹായിക്കും.